ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. വെള്ളിയാഴ്ച അവസാനിച്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇരുസഭകളും ബിൽ പാസാക്കിയിരുന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് 125 തൊഴിൽ ദിനങ്ങൾ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ശൂന്യസേ ശതകം ഏകശതാബ്ദി അടൽ ഭാരത് കി എന്ന പേരിൽ ഇൻഡോറിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. രാഷ്ട്രവികസനത്തിനും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനുമായി ഉഴിഞ്ഞുവെച്ച ജീവിതമാണ് അടൽ ബിഹാരി വാജ്പേയിയുടേതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. He is remembered and honored today because of his great actions as a journalist, as a politician, as a social worker, as a great patriot, as a great administrator, and above all, a prime minister who loves this nation and the poor citizens of this country. Shri Atal Bihari Vajpayee ji always believed in dialogue, inclusive development, and a strong yet humane governance. വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് ഗ്വാളിയോറിൽ 2 ലക്ഷം കോടി രൂപയുടെ വ്യാവസായിക പദ്ധതികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിച്ചു. അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ നമ്രൂബിൽ 10,601 കോടി രൂപയുടെ വളം പ്ലാന്റിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യത്തെ യൂറിയ ഉൽപാദനം ഏകദേശം 306 ലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നതായി അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ ഗുവാഹത്തിയിലെ പശ്ചിം ബോറോഗാവിലെ സ്വാഹിദ് സ്മാരക് ക്ഷേത്രം സന്ദർശിച്ച ശ്രീ മോദി അസം പ്രസ്ഥാനത്തിലെ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 129-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈഗവ്, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. യാത്രാക്കൂലി പരിഷ്കരിച്ച് ഇന്ത്യൻ റെയിൽവേ 215 കിലോമീറ്ററിലധികമുള്ള യാത്രകൾക്ക് ഓർഡിനറി ക്ലാസ്സിൽ കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിക്കുക. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ AC ഇതര ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ വീതം വർദ്ധിക്കും. ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രാ നിരക്കിൽ മാറ്റമില്ല. നിരക്ക് വർധന ഈ മാസം 26-ന് പ്രാബല്യത്തിൽ വരും. വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നതിന് ഗോസ്റ്റ് പെയറിംഗ് എന്ന പേരിൽ സൈബർ തട്ടിപ്പ് നടക്കുന്നതായി ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വിശദാംശങ്ങളിലേക്ക്. ഉപയോക്താവിന്റെ അനുമതിയില്ലാതെ വാട്സാപ്പിന്റെ ഡിവൈസ് ലിങ്കിംഗ് സവിശേഷത പ്രയോജനപ്പെടുത്തി അക്കൗണ്ടുകൾ ഹൈജാക്ക് ചെയ്യുന്ന രീതിയാണ് ഗോസ്റ്റ് പെയറിംഗ്. അതിനാൽ സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ലിങ്ക്ഡ് വാട്സാപ്പ് ഡിവൈസ് സംവിധാനം പതിവായി പരിശോധിക്കണമെന്നും മന്ത്രാലയം മാർഗനിർദ്ദേശം പുറത്തിറക്കി. പരിചയക്കാരിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പ് ആരംഭിക്കുകയെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു. സന്ദേശത്തിനൊപ്പമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വ്യാജ വെബ്സൈറ്റ് തുറക്കുകയും പേജിൽ പെയറിംഗ് കോഡ് നൽകുന്നതോടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യും. സുഹൃത്തിൽ നിന്നാണെങ്കിൽ പോലും പരിചയമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സംശയാസ്പദമായ വെബ്സൈറ്റുകളിൽ ഫോൺ നമ്പർ നൽകരുതെന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അതിർത്തി സുരക്ഷാ സേനയിലെ കോൺസ്റ്റബിൾ നിയമനങ്ങൾക്കുള്ള മുൻ അഗ്നിവീറുകളുടെ സംവരണം 10% നിന്ന് 50% ഉയർത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അഗ്നിവീറുകളുടെ ആദ്യ ബാച്ചിന് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷം വരെ ഇളവ് ലഭിക്കും. തുടർന്നുള്ളവർക്ക് 3 വർഷം വരെ ഇളവുണ്ടാകും. ISROയുടെ വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് അമേരിക്കൻ ആശയവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ബുധനാഴ്ച വിക്ഷേപിക്കും. അമേരിക്കയുടെ AST സ്പേസ് മൊബൈലിന്റേതാണ് ഉപഗ്രഹം. സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ബഹിരാകാശ അധിഷ്ഠിത സെല്ലുലാർ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ
രത്തൻ യു കേൽക്കർ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ജനുവരി 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. കൃത്യവും സംശുദ്ധവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനായുള്ള SIR നടപടികളുടെ പൂർത്തീകരണത്തിനായി രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം വേണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ റോൾ ഒബ്സർവർ ഐശ്വര്യ സിംഗ്. പ്രത്യേക അവലോകന യോഗങ്ങൾക്കും ഒബ്സർവർ നേതൃത്വം നൽകി. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമുള്ള 1 മാസം അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും നൽകാനാകും. ഇവ നിയമാനുസൃതം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും സ്പെഷ്യൽ റോൾ ഒബ്സർവർ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് യാത്രക്കിടെ ശുചിമുറികൾ കണ്ടെത്താൻ സഹായകമാകുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പുറത്തിറക്കും. ക്ലൂ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനാണ് ക്ലൂ ആപ്പ് സജ്ജമാക്കിയത്. പൊതു ശുചിമുറികൾക്ക് പുറമെ മികച്ച നിലവാരം പുലർത്തുന്ന സ്വകാര്യ ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും ശുചിമുറികൾ കൂടി ഉൾപ്പെടുത്തിയാണ് ശൃംഖല വിപുലീകരിച്ചത്. പാർക്കിംഗ് സൌകര്യം, ശുചിമുറികളുടെ പ്രവർത്തന സമയം തുടങ്ങിയവയും ഉപയോക്താക്കളുടെ റേറ്റിംഗുകളും ആപ്പിലൂടെ തത്സമയം അറിയാൻ സാധിക്കും. പ്രധാന വിനോദസഞ്ചാര പാതകളെയും ദേശീയ പാതകളെയും കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക. വരും മാസങ്ങളിൽ സംസ്ഥാനത്തുടനീളം സേവനം വ്യാപിപ്പിക്കും. കേരളത്തെ മികച്ച ശുചിത്വ സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായി ആഗോളതലത്തിൽ ഉയർത്തുന്നത് ലക്ഷ്യമിട്ടാണ് ആപ്പ് തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് നാളെ തുടക്കമാകും. ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് ബുധനാഴ്ച തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35,000 പൂച്ചെടികൾ ഇത്തവണ പുഷ്പമേളയിൽ കാണാനാകും. മേള അടുത്ത മാസം 4-ന് സമാപിക്കും. മൂന്നാറിൽ താപനില -ഡിഗ്രിയിലേക്ക് താഴ്ന്നതോടെ സഞ്ചാരികളുടെ വൻ പ്രവാഹം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ശൈത്യം അതിന്റെ പൂർണ്ണരൂപത്തിൽ എത്തിയിരിക്കുകയാണ്. കന്നിമല, നടയാർ, നല്ലതണ്ണി, മൂന്നാർ ടൗൺ, ദേവികുളം, സെവൻമല എന്നിവിടങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ താപനില 0 ഡിഗ്രി രേഖപ്പെടുത്തി. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ -ഡിഗ്രി രേഖപ്പെടുത്തിയതോടെ സഞ്ചാരികളുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. ഡിസംബർ ആദ്യം മുതൽ തന്നെ മൂന്നാറിലെ റിസോർട്ടുകളും ഹോട്ടലുകളും സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അയൽ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് പുറമെ വിദേശ സഞ്ചാരികളും മൂന്നാറിനെ സജീവമാക്കുന്നു. പ്രളയവും കോവിഡും ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്ന് മൂന്നാറിന്റെ ടൂറിസം മേഖല പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്ന ജനത്തിരക്ക്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കൌൺസിലുകളിലുമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ഈ മാസം 26-ന് നടക്കും. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ വിലക്കേർപ്പെടുത്തുകയും ആഘോഷത്തിനായി പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തെന്ന വാർത്തയെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. വിദ്യാലയങ്ങളിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് മാത്രം വിലക്കേർപ്പെടുത്തുന്നത് വിവേചനമാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയാളത്തിന്റെ അതുല്യ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് വിട നൽകി കലാകേരളം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്നെഴുതിയ പേപ്പറും പേനയും ഭൗതിക ശരീരത്തിൽ വച്ച ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഈ മാസം 26-ന് വൈകിട്ട് 6:30-ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27-ന് രാവിലെ 10:10-നും 11:30-നും ഇടയിൽ മണ്ഡല പൂജയും നടക്കും. ഇന്ന് വൈകിട്ട് 5 വരെ 51,144 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. 8,682 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.